കൊടയിലെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല ശരിയായ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളോട്ട് കയറണം. മനസ്സിലായി? ഇപ്പം പറഞ്ഞാൽ ഉള്ളോട്ട് വന്നിട്ട് തന്നെ എന്താ പറയുക, ഈ കൂകൽ പിന്നെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചളിയാണ്, ചളിയുണ്ട്. അറിയില്ല, അട്ടയെല്ലാം ഫുള്ള് അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് ടൂറിസ്റ്റ് സ്പോട്ടോ കാര്യങ്ങളായിട്ട് വരുന്നതല്ല ഇതൊന്നും. ചളിയുണ്ട്. നിങ്ങൾ ചളിയിലിങ്ങനെയായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ പൂണ്ടി, അതായത് ഇപ്പോൾ ഫേമസ് ആയ കൊടൈക്കനാലിൽ പോയ കൊടൈക്കനാലല്ല, കൊടൈക്കനാൽ കുറേ ലേക്ക് മറ്റേത് അത് എന്നൊക്കെ പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഫാമിലിയിലായിട്ട് പോകുന്നത്. അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച പെമ്പിളറായാലും കുട്ടികളെല്ലാം കൂട്ടിയിട്ടല്ല, കല്യാണം കഴിച്ചാലുള്ള കുട്ടികൾ ഒരേ വൈബുള്ള ആൾക്കാരാണെങ്കിൽ കപ്പിൾസായിട്ട് വരുവാണെങ്കിൽ അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ കേട്ടോ, അടിപൊളിയായിട്ട്. അല്ലാണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് വേറൊരു വൈബാണ്, അതാണ് ഏറ്റവും നല്ല വൈബ് കേട്ടോ. ഫ്രണ്ട്സ് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ ഇതുപോലെ മലയാളീസ് തന്നെ എന്താ പറയുക, ഗേൾസും ബോയ്സും ഫ്രണ്ട്സായിട്ട് തന്നെ വന്നിട്ട് എന്താ പറയുക, നമ്മൾ പറയല്ലേ ഈ ഉള്ളിലേക്ക്, അതായത് ഈ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ആമ്പിളർ മാത്രമാണ് പോകുന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ട്, അത് നല്ല കമ്പനിയുള്ള നിങ്ങളുടെ കൂടെയുള്ള ചെക്കന്മാരുണ്ടെങ്കിൽ പെമ്പിളർ മാത്രമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല കട്ട്സ് വേണം. നല്ല കട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവരെ കൂടെ പോയിക്കോളും, ഒരു കുഴപ്പമില്ല. നല്ല സ്ഥലമാണ്. നോക്കട്ടെ, അത് ഞാൻ ഇവിടെ വന്നാൽ കേട്ടോ വെള്ളച്ചാട്ടം, അതിൻ്റെ മുകളിലുണ്ട്. അത് ഈ സൈഡ് നല്ല അപ്പുറത്തെ അതിൻ്റെ മുകളിലുള്ള കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടുന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഉണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ സ്ഥലം, ഈ ലൊക്കേഷൻ എന്ന് വെച്ചാൽ പൂണ്ടി എന്ന് പറയുമല്ലോ, നമ്മൾ പറഞ്ഞില്ല പൂണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടൈക്കനാൽ എല്ലാവരും ലൊക്കേഷൻ കാര്യങ്ങളാണ്. പക്ഷേ പൂണ്ടിയിൽ നിന്ന് ഉള്ളോട്ടേക്ക് വന്ന് പിന്നെ ഉള്ളോട്ട് ഇങ്ങോട്ടേക്ക് ബസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ചെക്കന്മാർ വെച്ചാൽ അവർ നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അവന്മാർ നമ്മൾ കൂടെ കൂട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നമുക്ക് അറിയില്ല കൊടൈക്കനാൽ എന്തെല്ലാമാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത്. നമ്മൾ എന്താ പറയുക, വണ്ടി എടുത്തിട്ട് കാണുന്ന വഴിയിലോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നേരം ഓരോ ആൾക്കാരെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരെ പരിചയപ്പെടില്ല. അതായത് ഞാൻ ഒരു കൂടി ഇങ്ങോട്ടേക്കെല്ലാം വരുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ എടുത്ത് മാത്രമല്ല, വീഡിയോ എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ വരുന്നടാ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കൊടൈക്കനാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, മനസ്സിലായില്ലേ? കൊടൈക്കനാലിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മളെ കേരളത്തിൽ ഇങ്ങനെ മലയില്ലേ മറ്റേതില്ലേ എന്നെല്ലാം പറഞ്ഞാൽ അതാണ് പ്രത്യേകത. അപ്പോൾ പിന്നെ ഇത് ഞാനല്ല, ഇതിൻ്റെ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് 2 വില്ലേജും കൂടിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ അവസാനിച്ച് പിന്നെ വില്ലേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അവസാനത്തി നിങ്ങളൊന്നും വിചാരിക്കണ്ട. സാധാരണ എന്താ പറയുക, ഇവിടെയെല്ലാം മലവെള്ളത്തിൽ നിന്നാണ് നമ്മൾ കുളിക്കും ഇതാക്കും എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കുടിക്കാനൊക്കെ എടുക്കുന്നത്. നമ്മൾ മിനറൽ വാട്ടർ മേടിച്ചോണ്ടത് പിന്നെ അങ്ങനെ. അപ്പോൾ എല്ലാം തീർന്നതിനും ഇവിടുന്ന് കുടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരുവാ, മനസ്സിലായില്ലേ? ഞാൻ പോകേണ്ട വഴിയാട്ടെ ഇത്. ഇതുണ്ടോ, അങ്ങനെയുണ്ട് ഇവിടെ വേർതിരിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടോ അതിനാണെന്ന് ഇതൊന്നും പറഞ്ഞല്ലേ, നല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തെല്ലാം പരിപാടിയാണിത്. ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയുണ്ട്. നടന്നെത്തി നേരെ കാണുക ഞാൻ നീ അതിലോട്ട് കയറിയെന്നു അവിടെ ഇതേതാടാ. പക്ഷെ എനക്ക് നോക്കി നിന്നാലും പ്രശ്നം പാടും. ഇതാണ് മോനെ കണ്ടാ, എനിക്കൊരു കുറച്ച് ടോപ്പ് നിർത്തണ്ട. അയ്യോ, നിങ്ങൾ ഈ പൂവെല്ലാം എപ്പം കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. തന്നെ പൊക്കിൾ വെച്ച പൂവ്.